അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരന്മാരെ, കൊച്ചി മുഖാമുഖം. അവിടെ ഈ ഹാരിസ് എന്ന് പറയുന്ന ഈ സുഹൃത്തിൻ്റെ ചോദ്യവും അതിനുള്ള മറുപടിയും നിങ്ങളെല്ലാവരും പരിപൂർണമായി കാണണം, കേൾക്കണം, അത് മനസ്സിലാക്കണം എന്ന് ഞാൻ ആമുഖമായി ഉപദേശിക്കുകയാണ്. അതിലെ വളരെ പ്രസക്തമായ ഒരു ഭാഗം, നമുക്ക് ഏവർക്കും കാര്യം വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന, അതിലെ ഏറ്റവും മർമ്മം എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു ഭാഗം നിങ്ങളെ ഞാൻ കേൾപ്പിക്കുകയാണ്. ശേഷം ഇൻഷാ അള്ളാ നമുക്ക് അത് ഒന്നുകൂടെ വിശദീകരിക്കുകയും ചെയ്യാം. അള്ളാഹു സൃഷ്ടാവാണ്, ഗായിബാണ്. ജിന്ന് സൃഷ്ടിയാണ്, ഗായിബാണ്, അദൃശ്യമായ രീതിയിലൂടെയാണ്. അപ്പൊ അള്ളാഹുവിന്റെ പറയട്ടെ, ഞാൻ പറഞ്ഞു. ഈ രണ്ട് പ്രതീക്ഷകളും നമ്മൾ ഗായിബായ രീതിയിൽ, അദൃശ്യമായ രീതിയിലാണ് പ്രതീക്ഷിക്കുന്നത്. സഹോദരന്മാരെ, വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു ആശയമാണ് ഈ സുഹൃത്ത് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. KNM അഥവാ കേരള നവമടവൂരികൾ 2012 മടവൂരികളുടെ അഖീദ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ വിശ്വാസം നാട് നീളെ പ്രചരിപ്പിച്ചതിൻ്റെ ദുരന്തമാണ് ഇതുപോലുള്ളൊരു സുഹൃത്ത് ഇവിടെ ചോദ്യം ചോദിക്കാൻ വന്നു എന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും, അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കേട്ടുവല്ലോ, ഇവിടെ അള്ളാഹു സൃഷ്ടാവാണ്, ഗൈബാൻ. ജിന്ന് സൃഷ്ടിയാണ്, ഗൈബാൻ. അതുകൊണ്ട് സൃഷ്ടാവിൻ്റെ ഗൈബിലല്ലേ അത് പങ്കു ചേർക്കലാകുക എന്നതാണ് ഈ സുഹൃത്ത് ഇവിടെ പറയുന്നത്. വാസ്തവത്തിൽ മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യമായ ജിന്നുകളോടോ മലക്കുകളോടോ യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഓക്കെ, എന്നാൽ അള്ളാഹുവിൽ പങ്കു ചേർക്കലാകുന്നത് എന്തല്ല എന്നതാണ് നമ്മുടെ ചർച്ച. ഇവിടെ അള്ളാഹുവിലേക്ക് ചേർത്തി പറയുന്ന രൂപത്തിലുള്ള ഒരു അദൃശ്യത്തെയാണോ ഈ സുഹൃത്ത് ഇവിടെ ഷിർക്കാണ് എന്ന്, അല്ലെങ്കിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് എന്ന് വിശ്വസിക്കുന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക സഹോദരന്മാരെ. ഇവിടെ രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തൊട്ടടുത്തുനിന്നൊരു ശബ്ദം കേട്ടാൽ ആ ശബ്ദത്തിൻ്റെ ഉടമ ജിന്നാണെന്ന് വിചാരിച്ചാൽ അത് അള്ളാഹുലാണോ പങ്കു ചേർക്കൽ? എങ്കിൽ ആ ശബ്ദത്തിൻ്റെ ഉടമ അള്ളാഹു ആണ് എന്ന് കരുതിയാൽ അവൻ എന്താവും, വിശ്വാസിയാവുമോ? അങ്ങനെ അള്ളാഹ് അവിടെ വന്നിട്ട് നമ്മളുടെ ഇടയിൽ വന്നിട്ടൊരു ശബ്ദം ഉണ്ടാക്കുമോ? ആ ശബ്ദം കേട്ട ഉടമ അള്ളാഹു ആണെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ അവൻ്റെ വിശ്വാസത്തെക്കുറിച്ച് അവൻ അള്ളാഹുവിനെ മനസ്സിലാക്കിയത് മുറപ്രകാരം, മനസ്സിലാക്കേണ്ട മുറപ്രകാരം അവൻ മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്താണ് സഹോദരന്മാരെ, ഏത് വിശ്വാസത്തിലേക്കാണ് ഇവർ കൊണ്ടുപോകുന്നത് സഹോദരന്മാരെ? അതുകൊണ്ട് ഇവിടെ മാലിക് സലഫി അവിടെ ആ സുഹൃത്തിനോട് ചോദിച്ചു, ഇവിടെ അള്ളാഹുവിൻ്റെ ഗൈബെന്ന് പറയുന്നതും ജിന്ന് ഗൈബിലാണെന്ന് പറയുമ്പോഴും നിങ്ങൾ രണ്ടും ഒരുപോലെയാണോ നിങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നത് എന്ന ചോദ്യത്തിന് ആ സുഹൃത്തിന് മറുപടി പറയാൻ സാധിക്കുന്നില്ല. നിങ്ങൾ ആ മുഖാമുഖം പരിപൂർണമായി ഒന്ന് കേട്ടു നോക്കുക. ഞാനിതിവിടെ വളരെ സംക്ഷിപ്തമായി ഇതിവിടെ സൂചിപ്പിക്കുന്നത്, KNM ചെന്ന് അകപ്പെട്ടത് ജബ്ബാർ മൗലവിയുടെ വിശ്വാസം, ജബ്ബാർ മൗലവി എഴുതി സമസ്തക്കാരുടെ ശിർക്കൻ വിശ്വാസത്തെ എതിർത്തുകൊണ്ട് എഴുതിയ ലേഖനത്തെ പിടിച്ച് ഒരു വിഭാഗത്തിനെതിരിൽ ശിർക്കാരോപിക്കാൻ വേണ്ടി മടവൂരികളും കുബൂരികളും കൊണ്ടുവന്ന ന്യായം ഏറ്റുപിടിച്ച് ഇന്ന് ഇവിടെ KNMൻ്റെ നേതൃത്വത്തെ, KNMൻ്റെ ലെറ്റർ പേഡും സിലും ദുരുപയോഗം ചെയ്തുകൊണ്ട് അവരും അതേ പണി ഏറ്റെടുത്തപ്പോൾ ഒരുപാട് ഇതുപോലുള്ള വിശ്വാസം അഥവാ ഷിർക്കൻ വിശ്വാസം പേറുന്ന ആളുകളെ സൃഷ്ടിക്കാനാണ് അത് ഉപകരിച്ചത് എന്നത് നിങ്ങൾ മനസ്സിലാക്കണം എന്നത് ബോധ്യപ്പെടുത്താനാണ് ഞാനിതിവിടെ ഊന്നിപ്പറഞ്ഞത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ സുഹൃത്തുക്കൾക്ക് സൃഷ്ടാവും സൃഷ്ടികളും, സൃഷ്ടാവായ അള്ളാഹു ഗൈബിയായ വഴിയിലൂടെയാണ് മനുഷ്യജീവിതത്തിൽ ഇടപെടുന്നത് എന്ന് പറയുമ്പോഴും മലക്കുകൾ മനുഷ്യരെ സംരക്ഷിക്കുന്നതും ജിന്നുകൾ മനുഷ്യരെ ഉപദ്രവിക്കുന്നതും ഗൈബിലാണ് എന്ന് പറയുമ്പോഴും ഇത് രണ്ടും ഒരുപോലെയല്ലെന്ന് പറഞ്ഞു കൊടുക്കാൻ ഈ KNMകാരൻ ഇനി സാധ്യമല്ല. കാരണം എന്താണ്, എന്തുകൊണ്ടാണ് ഷിർക്ക് എന്ന് പറയുന്നത്? ഇവർ മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തായതുകൊണ്ട് ഗൈബിയായ വഴിയാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അള്ളാഹുവിൽ പങ്കു ചേർക്കലാന്നോടി കൂട്ടിച്ചേർത്ത് പറയും. ഇവിടെ മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യമാവുക, അഭൗതികമാവുക എന്നത് അള്ളാഹുവിൻ്റെ മാത്രം പ്രത്യേകതയാണെങ്കിലാണ് അത് അള്ളാഹുവിൽ പങ്കു ചേർക്കലാവുക. അതല്ലല്ലോ സഹോദരന്മാരെ. ഇവർ വിശ്വസിക്കുന്നു മനുഷ്യനിൽ ഉപദ്രവമുണ്ടാക്കുന്നുണ്ട് ജിന്നുകൾ, മലക്കുകൾ അള്ളാഹുവിനെ സംരക്ഷിക്കുന്നുണ്ട്. മുനീർ മദനിയുടെ പ്രസംഗം നേരത്തെ മുമ്പ് കേട്ടതേ ഉള്ളൂ. അപ്പോൾ ഇത് വിശ്വസിക്കുന്ന ഇവർക്ക് ഇത് ഗൈബിലാണ് എന്ന് വിശ്വസിക്കുകയും, എന്നാൽ തിരിച്ച് ഈ പറയുന്ന ശബ്ദം കേട്ട ശക്തി മനുഷ്യനാണെന്ന് വിശ്വസിക്കുന്നതിന് പകരം ഒരാൾ ജിന്നാണെന്ന് തെറ്റിദ്ധരിച്ചാൽ അപ്പോഴേക്ക് അത് അള്ളാഹുവിൽ പങ്കു ചേർത്തു എന്ന് വാദിക്കുന്ന ദുരവസ്ഥ വന്നതുകൊണ്ടാണ് ഈ അബദ്ധത്തിൽ ഇവർ പിണഞ്ഞുപോയത് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക എന്ന്
ഈ സന്ദർഭത്തിൽ ഉണർത്തുന്നു. ബാക്കി നിങ്ങൾ മുഖാമുഖം കൃത്യമായി കേട്ട് കഴിഞ്ഞാൽ മാലിക് സലഫി അവിടെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് എന്നതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നിങ്ങളെല്ലാവരും അത് പരിപൂർണമായി കാണുക, മനസ്സിലാക്കുക. ഹക്കായി മനസ്സിലാക്കാനും യഥാർത്ഥ തൗഹീദിൽ ഉറച്ചു നിൽക്കാനും അള്ളാഹു സർവശക്തൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാ, നമ്മളൊക്കെ 100% കൃത്യമായ ആദർശത്തിൽ തന്നെ നമ്മൾക്ക് അടിയുറച്ചു നിൽക്കാൻ തൗഫീക്ക് നിന്ന അള്ളാഹുവെ നിനക്കാണ് സർവസ്തുതിയും എന്ന് വീണ്ടും വീണ്ടും നമ്മൾ പ്രാർത്ഥിച്ചു പോകുന്നു, സ്തുതിച്ചു പോകുന്നു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഫ മറ അൽഹംദുലില്ലാ. കാരണം ഇത്തരമൊരു പിഴച്ച വിശ്വാസം നമ്മളാരും പേറാതിരിക്കാൻ സർവശക്തനോട് ആത്മാർത്ഥമായി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.